നമ്മള് അൺബോക്സിംഗ് വീഡിയോ ചെയ്യാൻ പോവാണ്. അതെ, നമ്മുടെ DJI-നെ ഒരു ഷോർട്ട് അൺബോക്സിംഗ് വീഡിയോ. കൂടുതൽ ടെക്നിക്കലായിട്ടൊന്നും ഉണ്ടാവില്ല, കാരണം അതിനൊക്കെ കുറേ ടെക് ചാനൽസ് ഉണ്ടാവും. ഇത് ഞങ്ങൾ ജസ്റ്റ് ഞങ്ങളുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വാങ്ങിയതിൻ്റെ ഇതിൽ നമുക്കത് ജസ്റ്റ് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കാം. എന്നിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എന്താ പറയുക, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് അഫോർഡബിൾ ആണെന്ന് ഹരി പറയുമോ? ഇത് ഞാൻ അറിഞ്ഞിടത്തോളം എന്താ പറയുക, DJI-ൻ്റെ മൊബൈൽ ഗിംബലിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. കാരണം അതിൻ്റെ കുറേ വേരിയൻസ് എന്തൊക്കെയുണ്ട്, ഞാൻ യൂട്യൂബിൽ നോക്കി അറിഞ്ഞതാട്ടോ. അപ്പോൾ ഇതിൽ ഏറ്റവും അഫോർഡബിൾ ഇതാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അല്ലെങ്കിൽ ക്ഷമിക്കുക, അതിൻ്റെ ഇത് ഏതാണെന്ന് കമൻറ്റിൽ ഇടുക, ഏതാണ് അഫോർഡബിൾ എന്ന്. എൻ്റെ അറിവിൽ ഇതാണെന്നാണ് എനിക്കറിയാം, DJI-ൻ്റെ കേട്ടോ. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. കേക്ക് കട്ട് ചെയ്യുന്ന പോലെ. ഇതിന്റെ പാക്ക് നല്ല രസമുണ്ട്. പാക്ക് കാണിച്ചു കൊടുത്താ ഇപ്പടൊക്കെ പാക്ക് ചെയ്യണ പോലെ. അതെ, നമുക്കൊന്ന് തുറന്നു നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ സാധനം. ഈ ഭാഗത്ത് ഇങ്ങനെ പടമൊക്കെ ഉണ്ട് പാക്കിങ്ങില്. ഓ, ഇത് എന്താന്ന് വെച്ചാല് നമ്മുടെ പൗച്ച് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ. അതെ, ചെറിയൊരു പൗച്ച് മാതിരി ഒരു നല്ല മൈക്രോഫൈബർ ക്ലോത്തിന്റെ ഒരു പൗച്ചാണ്. പിന്നെ ഒരു ചെറിയ കുഷൻ പോലത്തെ ഒരു ഇതുണ്ട്, നമ്മുടെ മൊബൈലൊക്കെ സെക്യൂർഡ് ആയിട്ട് ക്ലാമ്പ് ചെയ്യാൻ ഒരു ചെറിയ കുഷൻ പോലത്തെ. പിന്നെ നമ്മുടെ പേപ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമില്ലല്ലോ. ടെക്നിക്കൽ തിങ്സ് അറിയില്ലാതെ പറഞ്ഞിട്ട് ടെക്നിക്കൽ തിങ്സ് പറയുന്നുണ്ട്. അതാണ് ഇത് ടെക്നിക്കൽ തിങ്സ് ഒന്നും പഠിപ്പിച്ചവർ കല്ലല്ലോ അങ്ങനെ ഒന്നും അറിയില്ല എന്ന് പറയും, പക്ഷെ അവസാനം എല്ലാം പറയും. വേണ്ട വേണ്ട വേണ്ട. ഇതാ നമ്മുടെ സാധനം. ഇതാണ് നമ്മുടെ സാധനം. ഓ മൈ ഗോഡ്, ഓ സൂപ്പർ. ഇതിങ്ങനെ മടക്കിയിട്ട് മോനെ ഇതാണ് മൊബൈൽ ഘടിപ്പിക്കുന്നത്. ഇതിങ്ങനെ മാഗ്നറ്റിക് ആണ്. ഭയങ്കര പവർഫുൾ മാഗ്നറ്റ് ആട്ടോ. പിന്നെ നമ്മുടെ ട്രൈപോഡ്, ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ സ്ക്രൂ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ട്രൈപോഡായിട്ട് യൂസ് ചെയ്യാം. പിന്നെ എന്താ പറയുക, ആസ് യൂഷ്വൽ C ടൈപ്പ് ചാർജർ. ഇതാണ് ഈ ബോക്സിൽ വരുന്നത്. അങ്ങനെ ഇതൊക്കെ കുറച്ച് ടൈം എടുത്തു സെറ്റ് ചെയ്യാൻ, കാരണം ഒന്ന് മനസ്സിലാക്കി എടുക്കണമല്ലോ. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഈ QR കോഡൊക്കെ വെച്ചിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിപ്പോ നമ്മുടെ ഗിംബലിലാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. അതെ, ഗിംബലിലാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നുണ്ട് എന്തൊക്കെയോ ക്ലാരിറ്റിയിൽ മാറ്റം വന്ന പോലെ അല്ലേ. പിന്നെ ഇതില് വേറൊരു സെറ്റപ്പ് ഉണ്ട്. അങ്ങനെ ഇപ്പൊ ക്ലിക്ക് ചെയ്താല് എന്താ പറയാ, ഇപ്പൊ എനിക്ക് ആണെങ്കിൽ എന്നെ മാത്രം ട്രാക്ക് ചെയ്യണമെങ്കിൽ എന്നെ മാത്രം ട്രാക്ക് ചെയ്യാം. ഞാൻ അങ്ങോട്ട് നീങ്ങുമ്പോ ഇത് കണ്ട ക്യാമറയും അങ്ങോട്ട് നീങ്ങും. അതെ, അങ്ങനത്തെ കുറച്ച് സെറ്റപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് മറ്റേ ഡയലോഗ് ഓർമ്മയോ, ക്യാമറ നടനെ കൊളത്തിച്ചാടുന്നു, ക്യാമറമാനും ഒപ്പം കൊളത്തിച്ചാടുന്നു. അതെ, എളുപ്പത്തേക്ക് ഓഫ് ചെയ്യാം, അതിന്റെ ആവശ്യമില്ല. അങ്ങനെ അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ്. ഇതിനെ കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട്. അതാണ് ഇത് ചുമ്മാ വാങ്ങിയിട്ട് നമ്മൾ ട്രൈപോഡ് യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ കുറച്ച് എന്താ പറയാ, കുറച്ച് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പഠിക്കണം. അത് യൂസ് ചെയ്ത് നമുക്ക് എന്താ പറയാ യൂസ് ടു ആവും. അങ്ങനെ അപ്പൊ നമ്മള് ഇനി മുതൽ ഗിംബലിൽ നമുക്ക് വീഡിയോ എടുക്കാം. എനിക്കെന്തോ നല്ല ക്ലാരിറ്റി വന്ന പോലെ, നേരത്തെ വീഡിയോനെ വെച്ച് നോക്കുമ്പോ കുറച്ചുകൂടെ ക്ലാരിറ്റി വന്ന പോലെ ഒരു ഫീൽ എനിക്കുണ്ട്. നന്നായിട്ട്. അപ്പൊ എന്തായാലും ഇത് കുറച്ചും കൂടി യൂസ് ചെയ്തിട്ട് ഇത് എങ്ങനെ ഉണ്ട് എന്നുള്ള അഭിപ്രായമൊക്കെ ഞങ്ങൾ പറയാം. ഓക്കെ,
വഴിയെ വരുന്ന വീഡിയോസിൽ ഞങ്ങൾ ഇടക്കിടക്ക് റിവ്യൂ പറയാം. ഇതിപ്പോ ഒരു ഷോർട്ട്, ഒരു എന്താ പറയാ, ഒരു അൺബോക്സിംഗ് വീഡിയോ ഉള്ളൂ. അപ്പോ ഇനി ബാക്കി എന്താ പറയാ ഇതെങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ട് വേറൊരു വീഡിയോയില് നമുക്ക് പറയാം. ഓക്കെ, അപ്പോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഈ ടയർഡാണ്, ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് അതെന്താ സംഭവിച്ചത്? അയ്യോ ഗിംബിളു വിഷമായി തോന്നി. ഒരു കോമഡി ഉണ്ടാക്കി. ചെറിയ അമ്മളി പറ്റി. ഗിംബൽ അതിന്റെ പാട്ടിന് പോയി. ഞങ്ങൾ ഇവിടെ എന്താ സംഭവിച്ചത് എനിക്കറിയില്ല. ഗിംബലായിട്ട് നമുക്ക് പരിചയമാവും. പിടിച്ച് നിൽക്കുവോ ആർക്കറിയാം. എന്തായാലും കോമഡി ആയിരുന്നു. അതെന്റെ പാട്ടിന് അങ്ങോട്ട് പോയി. അപ്പൊ എന്തായാലും ഗൈസ് ഗുഡ് നൈറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം നേരുന്നു. പിന്നെന്താ, എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ ഞങ്ങളിനി നെക്സ്റ്റ് വ്ലോഗ് ആയിട്ട് വരും. അതായിരിക്കും ബൈ.